നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഇതാ നിന്റെ മകൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 25 മുതൽ 27 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. നമ്മുടെ കർത്താവ് വളരെ സുബോധത്തോടുകൂടിയാണ് മരിച്ചത്. അവസാനം വരെ നല്ല സുബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു പറയേണ്ടവരോടൊക്കെ പറഞ്ഞു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പിതാവ് എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്നാണ് യേശു ഒരിക്കൽ പറഞ്ഞത്. യേശുവിന് 33 വയസ്സേ ഉള്ളൂവെങ്കിലും പിതാവായ ദൈവം തന്നോട് മനുഷ്യനാകണം എന്ന് പറഞ്ഞു. ദരിദ്ര സാഹചര്യത്തിൽ മനുഷ്യർക്ക് മാതൃകയായി ജീവിക്കണമെന്ന് പറഞ്ഞു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ആളുകളെ സഹായിക്കണമെന്ന് പറഞ്ഞു. രോഗസൗഖ്യം നൽകണം എന്ന് പറഞ്ഞു. പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ 12 പേരെ അപ്പോസ്തലന്മാരാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവ് എന്തെല്ലാം സ്വർഗത്തിൽ വെച്ച് പറഞ്ഞുവോ അതെല്ലാം ഒന്നൊന്നായിട്ട് നിവർത്തിച്ചുകൊണ്ടാണ് യേശു ഇവിടെ ജനിച്ചത്, ജീവിച്ചത്, പ്രസംഗിച്ചത്, പ്രവർത്തിച്ചത്, ഉപദേശിച്ചത് എല്ലാം. ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വന്നിരിക്കുകയാണ്. നസറത്തിൽ നിന്ന് യേശുവിൻ്റെ കൂടെ വന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ യേശുവിൻ്റെ അമ്മ മറിയാമും ഉണ്ടായിരുന്നു. വളരെ ധൈര്യത്തോടെ ചില സ്ത്രീകൾ ആ ക്രൂശിൻ്റെ അടുക്കൽ, അതായത് യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ഭയന്ന് അവര് ഓടി ഒളിച്ച സമയത്ത് ഇവിടെ ചില സ്ത്രീകൾ ധൈര്യത്തോടു കൂടെ ആ കുരിശിനടുത്ത് വന്നിരിക്കുക. അപ്പോൾ അവിടെ യോഹന്നാൻ അപ്പോസ്തലനും ഉണ്ടായിരുന്നു. യേശു ആദ്യം അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. തൊട്ടു താഴെ യേശു പറഞ്ഞു യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അമ്മയുടെ ചുമതല, അമ്മയെ പരിപാലിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം യോഹന്നാൻ അപ്പോസ്തലനെ ഏൽപ്പിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ദൈവദൂതൻ സംസാരിച്ച ഒരു സ്ത്രീയാണ്. പ്രവചനപ്രകാരം പുരുഷബന്ധമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ആ കുഞ്ഞിനെ പ്രസവിക്കുകയും അതിന് പാല് കൊടുത്ത് അതിന് വളർത്തുകയും ചെയ്ത ഒരു സ്ത്രീരത്നമാണ് മറിയാം. അപ്പോൾ ആ മറിയാമിൻ്റെ പരിപാലനം ലഭിക്കുക എന്നുള്ളത്, മറിയെ പരിപാലിക്കാനുള്ള ആ ഒരു ശുശ്രൂഷ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ഒരാൾക്ക് മാത്രമാണ്. അല്ല, നിങ്ങൾ മാറി മാറി അമ്മയെ നോക്കണമെന്നല്ല യേശു പറഞ്ഞത്, ഒരാളെ ഏൽപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അത് യോഹന്നാനുള്ള ഒരു അംഗീകാരമാണ്. ഒപ്പം അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞാൽ യോഹന്നാനോടൊത്ത് ജീവിക്കാൻ തയ്യാറാകണം. തീർച്ചയായിട്ടും യോഹന്നാൻ അമ്മയെ നോക്കിക്കൊള്ളും. പഴയ നിയമത്തിൽ 10 കൽപ്പനയിലെ ഒരു പ്രധാന കൽപ്പനയാണ് അപ്പനെയമ്മയും ബഹുമാനിക്കുക. അപ്പനെയമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളോടുള്ള ഒരു വാക്കല്ല. തീർച്ചയായിട്ടും ബാക്കി കൽപ്പനകളൊക്കെ പ്രായമുള്ളവരോടാണ്. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഇങ്ങനെയുള്ള കൽപ്പനകളൊക്കെ പ്രായമുള്ളവരോടാണ്. 6 ദിവസം ജോലി ചെയ്തിട്ട് 7-ാം നാൾ സ്വസ്ഥമായിരിക്കുക, പ്രായമുള്ളവരോടാണ്. അപ്പനെയമ്മയും ബഹുമാനിക്കുക എന്നുള്ളതും പ്രായമുള്ളവരോടാണ്. കൊച്ചുകുട്ടികളോട് പറയേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. പക്ഷേ യേശു അതിന് മാതൃക കാണിക്കുകയാണ്. നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തെ
തള്ളിക്കളയാനല്ല വന്നത്, ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ്. മറ്റാർക്കും പൂർണ്ണമായ ന്യായപ്രമാണം ആചരിക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശു അത് നിവർത്തിച്ച് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ വേദനാജനകമായ അന്ത്യനിമിഷത്തിൽ പോലും തൻ്റെ മാതാവിനെ മറക്കാതെ മാതാവിൻ്റെ സംരക്ഷണ ചുമതല തൻ്റെ അരുമ ശിഷ്യനെ ഏൽപ്പിക്കുന്നത്. ദാവീദ് രാജാവും ഇതിനൊരു മാതൃകയാണ്. കാരണം ദാവീദ് ശൗലിനെ നിമിത്തം പേടിച്ച് കാട്ടിൽ ഒളിച്ച് നടക്കുന്ന കാലത്ത് തൻ്റെ അമ്മയും അപ്പനെയും മോവാബ് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയാണ്. ദൈവം എന്നെ സന്ദർശിക്കുന്ന സമയം വരെ ഇവരെ പരിപാലിച്ചു കൊള്ളണം എന്ന് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രാജാവായാലും പുരോഹിതനായാലും പ്രവാചകനായാലും അല്ലെങ്കിൽ ഈ കാലത്തുള്ള ഒരു ദൈവദാസനായാലും തീർച്ചയായിട്ടും അവർ സ്വന്തം കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ മറക്കാൻ പാടില്ല. അവർക്ക് വേണ്ടത് നൽകണം, അവരെ സ്നേഹിക്കണം. അത് ദൈവം ഇഷ്ടപ്പെടുന്നതും അതിന് പ്രതിഫലമുണ്ട്. നന്മയുണ്ടാകും, ദീർഘായുസ്സുണ്ടാകും. യേശുവിടെ മാതൃക കാണിക്കാൻ ഒരു കാര്യം പോലും നടക്കാതെ എല്ലാം അവസാനം വരെ പിതാവ് തന്നെക്കുറിച്ച് ഉദ്ദേശിച്ചതെല്ലാം ചെയ്ത കർത്താവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.